ഇപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ കണ്ണ് ചെന്നെത്തിപ്പെടുന്നത് ഈ ഒരു സ്പോട്ടിലേക്കാണ്. എന്താണെന്നറിയില്ല. ഞാനൊരു അമ്മയായതിന് ശേഷമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു പെങ്കൊച്ചിൻ്റെ അമ്മയായതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഫാൻസി ഐറ്റംസിലേക്ക് എൻ്റെ കൈയും കണ്ണും ചെന്ന് എത്തിപ്പെടാൻ തുടങ്ങിയത്. ഇന്ന് നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ ലുലു മാളിൽ പോയതിൻ്റെ ഒരു ഷോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലുലു മാളിൽ ചെന്നപ്പം ഇതുപോലെ നല്ലൊരു ബാഗ് കണ്ടു. ഒന്നല്ല, കുറേയധികം ബാഗ്സ്, അത്യാവശ്യം നല്ല ഓഫർ. പക്ഷേ 10,000 രൂപയുടെ ബാഗിന് 3,000 രൂപ, ആ ഒരു റേഞ്ചായിരുന്നു. ഈ കാണുന്നതെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ കൈയൊക്കെ പിടിച്ച് കിടക്കുന്നത്. അതിൻ്റെ ചുമ്മാ ഒരു ഷോയാണ് കേട്ടോ, അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആൻഡ് ആഫ്റ്റർ ഞങ്ങൾ ചുമ്മാ അവിടെ ഇവിടെ എല്ലാം ഒന്ന് കറങ്ങി. കാര്യം ലുലു മാളിൽ പോയാൽ ചുമ്മാ വായി നോക്കലാണല്ലോ. ഈ ഒരു ബാഗുണ്ട്, ഈ ബാഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടായിരിക്കില്ലേ? ആൻഡ് ആഫ്റ്റർ പാരഗണിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ അത്ര തിരക്ക് കാരണം ആ പ്ലാൻ ഫ്ലോപ്പായിട്ട് നേരെ സബ്വേ പോയി. സബ്വേ മൈ ഫേവറേറ്റ് ആണ്. സബ്വേ ഫേവറേറ്റ് ആകാൻ കാരണം വെച്ചാൽ ഞാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് സബ്വേ കഴിക്കാറുള്ളത്. ചിക്കനും പനീറും മഷ്റൂമും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഞാൻ മേടിക്കാറ്. നിങ്ങളെങ്ങനെ കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തൊക്കെ. ഒരു അത്യാവശ്യം വെറൈറ്റി വൈബാണ് ആ ഒരു മിക്സായിട്ട് വരുന്നൊരു സബ്വേ കഴിക്കാൻ. ആൻഡ് ആഫ്റ്റർ ഞങ്ങൾ സബ്വേ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് അടുത്ത സ്പോട്ടിലേക്കാണ്. ഹാംലീസിലാണ്. ഈ ഹാംലീസിലൊക്കെ എന്നാ റേറ്റാണ് സാധനങ്ങൾക്ക്, എന്നാലും എന്തോ ഒരു ഇടിയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ ഐറ്റംസൊക്കെ നോക്കിയിട്ട് കുറച്ച് നമുക്ക് അഫോർഡ് ആവുന്ന കുറച്ച് ഐറ്റംസും സാറാക്ക് മേടിച്ചിട്ട് ഞങ്ങൾ പയ്യങ്ങ് ഇറങ്ങി. ഇതായിരുന്നു ഇന്നത്തെ പരിപാടി. ആൻഡ് ആഫ്റ്റർ പിന്നെയും എൻ്റെ കൈ അതുപോലത്തെ സ്ഥലത്തേക്കാണ് എൻ്റെ കണ്ണ് എത്തിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. എന്താണെന്നറിയില്ല.